ഹായ് ഗൈസ്, ഇന്ന് വളരെ യാദർശികമായിട്ട് ഇന്ന് ഒരു തിങ്കളാഴ്ചയാണ്. നമ്മൾ രാവിലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ കയറി നോക്കുകയായിരുന്നു. ഇന്ന് ഓഫീസിൽ തുറന്ന് ആദ്യം കണ്ടത് നമ്മുടെ ഗ്രൂപ്പുകളിലെ മെസ്സേജുകളാണ്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മെസ്സേജ് എനിക്കൊന്ന് കണ്ടു. ആ മെസ്സേജ് നിങ്ങളെ കാണിക്കാം. ഇന്നലെ ഒരു ഞായറാഴ്ചയായിരുന്നു. ഇന്നലെ നമ്മൾ ഓഫീസ് വർക്കിംഗ് അല്ലായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് ഏകദേശം 7:30 വരെ വർക്ക് ചെയ്തതിനാണ് ഓഫീസ് ക്ലോസ് ചെയ്തത്. ഇന്ന് രാവിലെ കണ്ട ആദ്യത്തെ മെസ്സേജാണ് ഈ മെസ്സേജ്. വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം. കാരണം ഒരു കമ്പനി ബിൽഡ് ചെയ്യുക, അതും ഒരു ബൂട്ട് സ്ട്രാപ്പ് കമ്പനി, അതായത് എങ്ങനെ നിക്ഷേപം എടുക്കാതെ നമ്മുടെ സംരംഭകരായിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഴ്സ്, അതായത് ഈ അലമാരയുടെ ഫൗണ്ടറായ ഞാനും എൻ്റെ സുഹൃത്തിന്റെയും കയ്യിൽ നിന്നുമാണ് പണം എടുത്താണ് ഞങ്ങൾ ഈ കമ്പനി റൺ ചെയ്യുന്നത്. ഓരോ ദിവസവും കമ്പനി മുന്നോട്ട് പോകുമ്പോൾ പല വെല്ലുവിളികളും നമ്മൾ നേരിടാറുണ്ട്. പണമില്ലാത്തതിന്റെയും പുതിയ പല കാര്യങ്ങളും ചെയ്യാൻ അതുകൊണ്ട് തടസ്സമുണ്ടാവുകയും പലപ്പോഴും ശമ്പളം കൊടുക്കാൻ വേണ്ട ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഫേസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന മെസ്സേജുകളാണ് ഈ കാണുന്നത്. നമ്മുടെ മെസ്സേജുകളുടെ ലിസ്റ്റാണ്. 100 കണക്കിന് മെസ്സേജുകൾ. അതിൽ ഒത്തിരിയധികം നന്ദികൾ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടാവും. ഇതുപോലുള്ള വളരെ അവരുടെ സന്തോഷ നിമിഷങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം ഉണ്ടാകുക. ആളുകളെ വളരെ ക്രിയാത്മകമായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകുന്നതും അത് ഭാവിയിലേക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുകയും സാധിക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടൊരു ഫൗണ്ടർ എന്ന നിലയിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരു ഇൻക്യുബേഷൻ മാനേജർ എന്ന രീതിയിലും ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ പോർട്ട്ഫോളിയോ സ്റ്റാർട്ടപ്സുകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതും. എൻ്റെ സ്വന്തം സ്റ്റാർട്ടപ്പില് ഇന്ന് കണ്ട ഈ ഒരു മെസ്സേജ് വളരെയധികം സന്തോഷം ഉണ്ടാക്കി. കാരണം പലപ്പോഴും ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കൂടെ പോകുമ്പോൾ പോലും വിദ്യാർത്ഥികളെ വിളിക്കുമ്പോൾ ഒരു സഹായം നൽകണം എന്ന് പറയുമ്പോൾ അത് പണത്തിന്റെ ഒരു അളവുകോലിന് അപ്പുറമായിട്ട് ഞങ്ങൾ സഹായിക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ മെന്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളോട് പറയാറുണ്ട്, ഫ്രീ ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യരുത്. കാരണം നമ്മൾ കൊടുക്കുന്ന സർവീസിന് ഒരു വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മോണിറ്റൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പക്ഷേ പലപ്പോഴും മോണിറ്റൈസേഷനൊക്കെ അപ്പുറമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഗ്രൂപ്പിൽ കണ്ടത്. നമ്മൾ വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കിയാണ് 3-4 വർഷങ്ങൾക്ക് മുൻപ് നമ്മളൊരു അലമാര എന്നൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആളുകളുടെ വ്യക്തമായിട്ടുള്ള സപ്പോർട്ടും ആളുകളുടെ സഹായവും കൊണ്ട് മാത്രമാണ് നമ്മളത് വളർന്ന് മുന്നോട്ട് പോയി ഒരു കമ്പനി ഫോം ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പായി കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലും സ്റ്റാർട്ടപ്പ് ഇന്ത്യക്ക് കീഴിലും വളർന്ന് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആവുകയും സഹായത്തോടു കൂടി ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് വളരെയധികം ബുദ്ധിമുട്ടേറിയതാണ്, വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. 4 സൈഡിൽ നിന്നും നമുക്ക് ഒത്തിരിയധികം തിരിച്ചടികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്, മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാകാറുണ്ട്. ഈ വിദ്യാർത്ഥി നമ്മുടെ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉള്ളതാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം, ഒരു പ്രീമിയം ടെലിഗ്രാം ഗ്രൂപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ആ പ്രീമിയം ടെലിഗ്രാം ഗ്രൂപ്പിലെ മെമ്പറാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ സർവീസ് എടുത്തതിന് വളരെയധികം സന്തോഷത്തോടു കൂടി വിദ്യാർത്ഥി ഷെയർ ചെയ്ത മെസ്സേജ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമായി. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രചോദനമായ ഒരു കാര്യമാണ്. ഈ വിദ്യാർത്ഥിയുടെ മുന്നോട്ടുള്ള ഭാവിയിൽ വളരെയധികം സന്തോഷവും ഉണ്ടാകട്ടെ, വളരെയധികം വിജയങ്ങൾ ഇനിയും കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഒന്നുകൂടി സർവശക്തനായ ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാകുക തന്നെ ചെയ്യും. അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളരാതെ മുന്നോട്ട് പോകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ അതിന്റെ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോയണം എന്നാണ് ഞാൻ പറയാനുള്ളത്. പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യാറില്ല. കാരണം അത് അവര് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം ഒരു പബ്ലിക്കിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ടീം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കാര്യം വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അത് കുറേയധികം ആളുകൾ നിങ്ങളും അറിയണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ജൂൺ 2025 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും എൻ്റെ ഒപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. നമുക്കൊരു ചലഞ്ചായിട്ട് ഈ എക്സാം പ്രിപ്പറേഷൻ എടുക്കാം. ഏറ്റവും മികച്ച ഒരു വിജയം നേടാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ആ ചലഞ്ചിന് കൂടെ ചേരണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുമിച്ച് പഠിച്ച് നല്ലൊരു വിജയം എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ലിങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. നമുക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി 10 വിദ്യാർത്ഥികളെ ഉള്ളുവെങ്കിലും ആ 10 പേർക്കൊപ്പം നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിരിക്കും നമ്മൾ ഇനിയും ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇനിയും ഒത്തിരി വിജയങ്ങൾ ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അലമാര.